ലോകമുറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരേ വേദിയിൽ. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുവരും ഒരുമിച്ച് വരേണ്ടിയിരുന്ന വേദി ഒഴിവാക്കുന്നു. കാരണം എന്തായിരുന്നു? സിമ്പിളായി പറഞ്ഞാൽ ട്രംപിൻ്റെ സ്വഭാവം കൊണ്ടാണ് അതെന്നാണ് മനസ്സിലാക്കേണ്ടത്. മോദിക്ക് ട്രംപിൻ്റെ പെരുമാറ്റത്തിൽ അത്ര വിശ്വാസം പോരാ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ട്രംപിൻ്റെ അപ്രവചനീയ മറുപടികളെ പേടിച്ചിട്ടായിരുന്നു ഇന്ത്യ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയത് എന്നാണ് റിപ്പോർട്ട്. എന്താണ് നടന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച. ലോകത്തെ പ്രധാന ശക്തികളുടെ നേതാക്കൾ ഒരുമിച്ചെത്തിയ വേദി. അതുകൊണ്ട് തന്നെ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മോദിയും ട്രംപും മാധ്യമങ്ങളെ കാണേണ്ടതായിരുന്നു. പക്ഷേ ആ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി. ഇത് സാധാരണ പ്രോട്ടോകോൾ മാറ്റം മാത്രമായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ അപ്രവചനീയമായ പെരുമാറ്റം കണക്കിലെടുത്താണ് ഇന്ത്യ കൂടുതൽ ജാഗ്രത പുലർത്തിയത്. ഇവിടെയാണ് അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറിന്റെ വാക്കുകൾ വീണ്ടും ചർച്ചയാകുന്നത്. ഗോറിന്റെ വാക്കുകൾ പ്രകാരം മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ മാധ്യമങ്ങൾ ഉണ്ടാകുന്നതിൽ ഇന്ത്യക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ നിർദ്ദേശം. അതായത് ക്യാമറകൾക്ക് മുന്നിൽ മോദിയും ട്രംപും എത്തട്ടെ, പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഇതിനു കാരണം ട്രംപിനൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരികയെന്നും അതിന് ട്രംപ് എന്ത് മറുപടി നൽകുമെന്നും മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയില്ല എന്നതാണ്. ഇന്ത്യ-US ബന്ധവുമായി ബന്ധപ്പെട്ട നിരവധി സെൻസിറ്റീവ് വിഷയങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. US-ഉമായുള്ള വ്യാപാരവും താരിഫും, റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി, ഉക്രൈൻ യുദ്ധം, ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം, അങ്ങനെ ഇതിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ട്രംപ് എന്ത് മറുപടി നൽകും? അതാണ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയത് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 18 മാസത്തിനിടെ ഇരു നേതാക്കളും തമ്മിൽ നടന്ന നേരിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു പാരീസിലേത്. ഒമാനിൽ അമേരിക്കൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിലെ ട്രംപിന്റെ തണുപ്പൻ മട്ടിലുള്ള പ്രതികരണം അന്ന് വലിയ വിവാദമായിരുന്നു. അമേരിക്കൻ സൈനിക നടപടിയിൽ നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അമേരിക്കൻ പ്രസിഡന്റ് തെല്ലും കുറ്റബോധം കാണിച്ചില്ലെന്ന് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സംയുക്ത പത്രസമ്മേളനം ഒഴിവാക്കിയതിലൂടെ ട്രംപിനൊപ്പം ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്രതീക്ഷിത രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ ഇന്ത്യ എത്രത്തോളം കണക്കിലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അനവസരത്തിലുള്ള ട്രംപിന്റെ ഒരൊറ്റ മറുപടി മതിയാകും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു നയതന്ത്ര വിഷയത്തെ വലിയ അന്താരാഷ്ട്ര വിവാദമാക്കി മാറ്റാൻ എന്ന് ആ തീരുമാനമെടുത്തവർക്ക് നന്നായി അറിയാം.